നമസ്കാരം. ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. മിൽമ പാലിന് വില കൂട്ടാൻ തീരുമാനം. ലിറ്ററിന് 4 രൂപ കൂട്ടാനാണ് തീരുമാനം. ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് വില വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. കാട്ടുങ്ങച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. കയ്പമംഗലത്ത് വീട്ടുമുറ്റത്തെ ചെടിക്കുള്ളിൽ കയറിക്കൂടിയ അണലിയെ പിടികൂടി. കാളമുറി കിഴക്ക് പള്ളിപ്പറമ്പിൽ ബഷീറിന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മിൽമ പാലിന് വില കൂട്ടാൻ തീരുമാനം. ലിറ്ററിന് 4 രൂപ കൂട്ടാനാണ് തീരുമാനം. ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് വില വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം പുതുക്കിയ വില നിലവിൽ വരുന്ന തീയതി പ്രഖ്യാപിക്കും. മിൽമ ഫെഡറേഷന്റെ നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകിയതോടെയാണ് വില വർധനവ്. ഇതോടെ ലിറ്ററിന് 56 രൂപ വിലയുള്ള പാലിന് 60 രൂപയാകും. സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് പാലിന്റെ ഗുണനിലവാരം അനുസരിച്ച് നിലവിൽ 45 മുതൽ 52 രൂപ വരെ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വില വർദ്ധിപ്പിക്കണമെന്ന് മിൽമ മേഖലാ യൂണിയനുകൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് കാട്ടുങ്ങച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടായത്. വരാന്തയിൽ സ്ഥാപിച്ചിരുന്ന മീറ്റർ ബോക്സിനോട് ചേർന്നുള്ള സർവീസ് വയറിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. വയറിങ്ങും മീറ്റർ ബോക്സും മറ്റും കത്തിനശിച്ചു. കനത്ത പുകയാണ് സ്റ്റേഷനകത്തുയർന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുകയായിരുന്നു. കയ്പമംഗലത്ത് വീട്ടുമുറ്റത്തെ ചെടിക്കുള്ളിൽ കയറിക്കൂടിയ അണലിയെ പിടികൂടി. കാളമുറി കിഴക്ക് പള്ളിപ്പറമ്പിൽ ബഷീറിന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. രാവിലെ 9 മണിയോടെയാണ് മുറ്റത്തെ ചെടികൾക്കിടയിൽ പാമ്പിനെ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT സംഘം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി 3 അടി നീളമുള്ള അണലിപ്പാമ്പിനെ പിടികൂടി. പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. ദേശീയപാത 66-ലെ 6 വരിപ്പാതയുടെ സർവീസ് റോഡുകളുടെ നടപ്പാതകളിൽ ഗുണനിലവാരം ഇല്ലാത്ത സിമന്റ് കട്ടകൾ മാനദണ്ഡങ്ങളും പാലിക്കാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ വിരിക്കുന്നത് നാട്ടുകാർക്ക് വിനയാകുന്നു. പല സ്ഥലത്തും ആഴ്ചകൾ കഴിയുന്നതിന് മുൻപേ സിമന്റ് കട്ടകൾ പൊട്ടിപ്പൊളിഞ്ഞും പുറത്തുചാടിയും മറ്റ് പല ഭാഗങ്ങളിലും ഇടിഞ്ഞു താഴ്ന്നും നാട്ടുകാർക്ക് നടക്കാനാവാത്ത സ്ഥിതിയാണ്. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് കട്ടകൾ സ്ഥാപിക്കുന്നതെന്നാണ് നഗരസഭാ വാർഡ് കൗൺസിലറായ VM ജോണി ആരോപിക്കുന്നത്. നിലവിലെ കാനകൾക്ക് പുറത്തുള്ള 1-2 മീറ്റർ സ്ഥലത്താണ് കട്ടകൾ വിരിക്കുന്നത്. മണ്ണ് നിരപ്പാക്കാതെയും വൈബ്രേറ്റർ ഉപയോഗിക്കാതെയുമാണ് നിർമ്മാണം. സിമന്റ് കട്ട നിരത്തുന്നതിന് മുൻപ് ബേബി മെറ്റലോ GSBയോ വിരിച്ച് നിലം പാകപ്പെടുത്തുന്ന പതിവും ഇവിടെ പാലിക്കുന്നില്ല. റോഡരികിലെ പുല്ല് നീക്കി സിമന്റ് കട്ടകൾ നിരത്തി വയ്ക്കുക മാത്രമാണിപ്പോൾ നടന്നു വരുന്നത്. പല സ്ഥലത്തും ടൈലുകൾ തകരുകയും ഇടിഞ്ഞു താഴുകയും ചെയ്ത നിലയിലാണെന്ന് VM ജോണി ആരോപിച്ചു. ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള രീതി ചെയ്യുമ്പോൾ ആദ്യം ബേസ് കോറി വേസ്റ്റ് അടിച്ച് ലെവൽ ചെയ്തതിനു ശേഷം GSP ഉപയോഗിക്കണം. GSPക്ക് മുകളിൽ വൈബ്രേറ്റർ അടിച്ച് ഉറപ്പിച്ചതിന് ശേഷം ബേബി മെറ്റൽ ഇടണം. ബേബി മെറ്റലിന്റെ മുകളിലാണ് ഇത് വിരിക്കേണ്ടത്. അതിന് ശേഷം വീണ്ടും വൈബ്രേറ്റർ ഇടണം. പക്ഷെ ഇതൊന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പ്രതിഷേധം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നലെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് പോയിക്കിടക്കാൻ ഇവിടെ നിങ്ങൾ നാട്ടുകാരെല്ലാവരും വന്നിട്ട് കാണാൻ ഈ വീഡിയോ ഈ സ്വരം കേൾക്കുന്ന നാട്ടുകാർ ഈ പരിസരത്തുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും വന്നത് കാണണം. ഇതെന്താണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അത്രമാത്രം വൃത്തികേടായിട്ട് ഇത് മുഴുവൻ ഇപ്പൊ തന്നെ നടന്നുപോയി. ഇന്നൊരു മഴ പെയ്യണമെങ്കിൽ നാളെ നിങ്ങൾ നോക്കിക്കോ, ഒരു തരി ടൈലിന്റെ ഉണ്ടാവില്ല, കോൺക്രീറ്റ് ഉണ്ടാവില്ല. ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ഇവിടെ നിർമ്മാണം നടക്കുമ്പോൾ നമ്മുടെ അതുപോലെ ഡ്രൈനേജ് തീരെ ഗുണനിലവാരമില്ലാത്ത സിമന്റ് കട്ടകളാണ് വിരിക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും മണ്ണ് ഒഴുകിപ്പോയി അടിപ്പാത തകരുന്ന അവസ്ഥയാണുള്ളത്. വീടുകളിൽ നിന്ന് സർവീസ് റോഡുകളിലേക്കുള്ള വഴികളിലും മതിലുകളോടും ചേർന്ന് ടൈലുകൾ നിരത്തിയിട്ടുണ്ട്. മിക്കയിടത്തും ഇവ തകർന്ന നിലയിലാണ്. നാട്ടുകാർക്ക് പരാതി പറയാൻ ഒരു ഉദ്യോഗസ്ഥനെ പോലും കാണാറില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതര സംസ്ഥാനക്കാരായ കരാർ കമ്പനി തൊഴിലാളികളോട് ആശയവിനിമയം നടത്താൻ ശ്രമകരമായതിനാൽ പരാതിയുമായി എത്തുന്നവർ പലപ്പോഴും പിന്മാറുകയാണ് പതിവ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പൂക്കാസ മാള മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാതി വെറിക്കെതിരെ സാംസ്കാരിക പ്രതിരോധ സായാഹ്നം സംഘടിപ്പിച്ചു. പ്രഭാഷകൻ TA ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിൽ അടുത്ത ദിവസം കാലത്തിറങ്ങിയ പദമ്പ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവലിൽ 1914 ഒരു ക്ഷേത്രഭൂമിയിൽ കടന്നതിന് ഒരു ദളിതനെ തല്ലിക്കൊല്ലുന്നൊരു രംഗമുണ്ട്.
അത് കേരളത്തിൽ സംഭവിച്ചിരുന്നതാണ്. ആ ദളിതനെ തല്ലിക്കൊല്ലുകയാണ്. തീർച്ചയായും പതമ്പ് എന്ന നോവൽ അത് ഒരേ സമയത്ത് തന്നെ കൃഷ്ണപിള്ളയുടെയും ശിങ്കാരവേലി ചെട്ടിയാരുടെയും പെരിയോറുടെയും ഒക്കെ തന്നെ കഥ പറയുന്നൊരു നോവലാണ്. ഈ തല്ലിക്കൊട്ടപ്പെട്ട തൊഴിലാളിക്ക് അല്ലെങ്കിൽ ദളിതനായ മനുഷ്യന് അന്നത്തെ കൂലി 50 തെങ്ങിൻ്റെ തടമെടുത്താൽ ഒരു തേങ്ങയാണ്. പലപ്പോഴും അക്കാലത്ത് തൊഴിലാളിക്ക് കിട്ടിയിരുന്നത് കൂലിയായി കിട്ടുന്ന നെല്ല് പോലുമല്ല, എച്ചിലുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തമ്പുരാൻ തിന്നതിൻ്റെ ബാക്കി, ജന്മി തിന്നതിൻ്റെ ബാക്കി ഒക്കെ തന്നെയാണ് അവന് കെട്ടിപ്പൂട്ടി കൊടുത്തിരുന്നത്. MC പോൾ അധ്യക്ഷത വഹിച്ചു. TK സന്തോഷ്, ഷീബ ഗിരീശൻ, KC വർഗീസ്, അഡ്വക്കേറ്റ് MK ഹക്ക്, രാഗിണി, രത്നാകരൻ, പൗർണമി, വിനോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സുധീഷ് അമ്മ വീടിന്റെ ജയ് ഭീം എന്ന ഒറ്റയാൾ നാടകം അരങ്ങേറി. സംഗമേശ്വര മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഋഷികേശ് നമ്പൂതിരി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, മക്കളായ അഖിൽ നമ്പൂതിരി, നിഖിൽ നമ്പൂതിരി എന്നിവർ പരികർമ്മികളായിരുന്നു. പൂരാവേശത്തിനു പിന്നാലെ സംഗമപുരിയെ ആവേശത്തിലാഴ്ത്തി 10 ദിവസത്തെ കൂടൽമാണിക്യം ഉത്സവത്തിന് കൊടിയേറി. താന്ത്രിക ചടങ്ങുകളാൽ പവിത്രമായ ക്ഷേത്രത്തിൽ വൈഷ്ണവ മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പാണിയും തിമിലയും ചേങ്ങിലയും ചേർന്ന് സൃഷ്ടിച്ച നാദലയത്തിൽ മന്ത്രങ്ങൾ ആവാഹിച്ച് ക്ഷേത്രം തന്ത്രി നഗരമണ്ണ ഋഷികേശ് നമ്പൂതിരിയാണ് കൊടിയേറ്റം നിർവഹിച്ചത്. പഞ്ചാരി മേളത്തിന്റെയും ആനകളുടെയും കലകളുടെയും 10 ദിവസം നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിനാണ് ഇതോടെ തുടക്കമായത്. കൊടിയേറ്റത്തിന് മുന്നോടിയായി ആചാര്യവരണം നടന്നു. ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന കൊടിക്കുറയും മണിയും മാലയും കൊടിമര ചുവട്ടിൽ വെച്ച് കൊടിമരത്തിന് പൂജ ചെയ്താണ് കൊടിയേറ്റം നിർവഹിച്ചത്. കിഴക്കേ നടയിൽ വലിയ ബലിക്കല്ലിനോട് ചേർന്നുള്ള കൊടിമരത്തിൽ കൊടിയേറിയതോടെ ക്ഷേത്രകലകൾക്ക് തുടക്കമിട്ട് കൂത്തമ്പലത്തിൽ മിഴാവിന്റെ നാദം ഉയർന്നു. വില്ലുവട്ടത്ത് നങ്ങ്യാർമഠം കുടുംബാംഗം സൂത്രധാര കൂത്തും തുടർന്ന് നങ്ങ്യാർ കൂത്തും അവതരിപ്പിച്ചു. തുടർന്ന് കൊമ്പ് മൃദംഗക്കളരിയിലെ കുട്ടികളുടെ മൃദംഗമേളവും അരങ്ങേറി. 100-ലധികം വർഷങ്ങളായി നടന്നുവരുന്ന ആചാരത്തിന്റെ അണുതെറ്റാതെയുള്ള നിഷ്ഠയുടെ ഭാഗമാണ് കൊടിയേറ്റ ദിവസം കൂത്തമ്പലത്തിൽ തുടങ്ങുന്ന കൂത്തുപറച്ചിൽ. ശ്രീകോവിലിൽ നിന്ന് ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് ആഘോഷിക്കും. വൈകിട്ട് വിശേഷാൽ പൂജകൾക്കു ശേഷം ദേവനെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് മാതൃക്കൾ ദർശനത്തിനായി ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് സപ്തമാതൃക്കൾക്കരികെ ഇരുത്തും. ഈ സമയത്ത് ഭക്തർക്ക് ഭഗവാനെ വണങ്ങാൻ അവസരം ലഭിക്കും. തുടർന്ന് ഭഗവത് തിടമ്പ് കോലത്തിൽ ഉറപ്പിച്ച് ആനയുടെ പുറത്തേറ്റി എഴുന്നള്ളിക്കും. 2 ആനകളുടെ അകമ്പടിയോടെ 4 പ്രദക്ഷിണം പൂർത്തിയാക്കും. 5-ാം പ്രദക്ഷിണത്തിൽ വിളക്കാചാരം ചടങ്ങ് നടക്കും. കൊടിപ്പുറത്ത് വിളക്കും വലിയ വിളക്കുമടക്കം 8 വിളക്കുകളും 8 ശീവേലിയും 4 മണിക്കൂർ വീതം നീണ്ടുനിൽക്കുന്ന 16 പഞ്ചാരി മേളങ്ങളും വിളക്കിനും ശീവേലിക്കും ഒരുപോലെ എഴുന്നള്ളിക്കുന്ന 17 ഗജവീരന്മാരും കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിൽമ പാലിന് വില കൂട്ടാൻ തീരുമാനം. ലിറ്ററിന് 4 രൂപ കൂട്ടാനാണ് തീരുമാനം. ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് വില വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. കാട്ടുങ്ങച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. കയ്പമംഗലത്ത് വീട്ടുമുറ്റത്തെ ചെടിക്കുള്ളിൽ കയറിക്കൂടിയ അണലിയെ പിടികൂടി. കാളമുറി കിഴക്ക് പള്ളിപ്പറമ്പിൽ ബഷീറിന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.